സുബ്ഹാനക്കലായിൽ മലനാ. ആദ്യകാലത്ത് മാപ്പിളപ്പാട്ട് എഴുതിയിരുന്നത് ഏത് ഭാഷയിലാണ്? അറബിയിൽ. അറബി. തമിഴിലാണോ? അറബായിരിക്കും. ഹിന്ദിയില്ല. അല്ലം തന. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം SN ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SR കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. SR കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിലയ്ക്കാമുക്കിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം SN ജംഗ്ഷൻ, വക്കം SN ജംഗ്ഷനിലും കൊല്ലം അഞ്ചലുമായി പ്രവർത്തിക്കുന്ന SR കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനമാണ്. കൊല്ലിമുക്കിലാണ്, SN ജംഗ്ഷനിലാണ്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഫുഡൊക്കെ? അവരെ ഫുഡ് നമ്മളെ കടയുടെ മുമ്പ് ബാബുവിൻ്റെ മോളുടെ വീട്ടിൽ വന്ന അവരാണെന്ന് സാറിൻ്റെ അടിപൊളി ഫുഡ്. അടിപൊളി ഫുഡാണല്ലോ. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: ആദ്യകാലത്ത് മാപ്പിളപ്പാട്ട് എഴുതിയിരുന്നത് ഏത് ഭാഷയിലാണ്? അറബായിരിക്കും. അറിയില്ല. SR കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പണ്ട് കാലത്ത് മാപ്പിളപ്പാട്ട് എഴുതിയിരുന്നത് ഏത് ഭാഷയിലാണ്? ഓർമ്മ പോലും അറിയോ? അറബിയിൽ. അറബിക്കല്ലേ? അറബിയിലല്ല. അറബി ഭാഷ. ഉറുദു ആണ്. ഉറുദു. SR കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. വക്കം SN ജംഗ്ഷനിലും കൊല്ലം അഞ്ചലിലുമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിവാഹമംഗള കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പരിപാടികളൊക്കെ? നല്ല ഫുഡാണ്. ചുരുങ്ങിയ ചെലവിലുള്ള രീതിയിൽ അവർ മനോഹരമാക്കി തരുന്ന ഒരു പ്രത്യേകത കൂടി അവർക്കുണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ആദ്യകാലത്ത് മാപ്പിളപ്പാട്ട് രചിച്ചിരുന്നത് ഏത് ഭാഷയിലാണ്? നമ്മളിപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ ആളാണ്. ആദ്യകാലത്ത് പാട്ട് തമിഴിലാണോ? തമിഴിലല്ല. ഹിന്ദിയിൽ. അപ്പോൾ തമിഴിലും ഉറുദുവിലും അല്ല. എന്തായാലും നമുക്ക് താണ്ട അവരുടെ അടുത്തോടൊന്ന് ചോദിക്കാം. മാപ്പിളപ്പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാപ്പിളപ്പാട്ട് ഗായകൻ അല്ലെങ്കിൽ ഗായിക? ആദ്യകാലത്ത് മാപ്പിളപ്പാട്ട് രചിച്ചിരുന്നത് ഏത് ഭാഷയിലാണ്? മലയാള ഭാഷ. അറബിക് മലയാള ഭാഷ. ഞങ്ങള് കൊല്ലം. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരമാണ്. ആദ്യകാലത്ത് മാപ്പിളപ്പാട്ട് രചിച്ചിരുന്നത് അറബി മലയാളത്തിലാണ്. ഇത് എങ്ങനെയാണ് ഈ ഉത്തരത്തിലേക്ക് എത്തിയത്? സാധാരണ ആരും പറയാറില്ലായിരുന്നു. ഞാൻ ഇത് കേട്ടിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് SR കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ സമ്മാനം കൈമാറുകയാണ്. ഇപ്പോൾ വക്കത്ത് എന്തിനാണ് നമ്മൾ? ചുമ്മാ കറങ്ങാന്. സ്വന്തം സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി. അല്ലേ? ഇവിടെ വന്നാണോ വക്കത്ത് വന്നാണോ? അക്കരെയുള്ളൂ. അപ്പോൾ ശരി, അപ്പോൾ നിങ്ങൾ യാത്ര നടക്കട്ടെ. അപ്പോൾ ആദ്യകാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിച്ചിരുന്നത് അറബി മലയാളം ഭാഷയിലാണ്. അറബിയുമായി സാമ്യമുള്ള ഒരു ഭാഷയാണ് അറബി മലയാളം ഭാഷ. ഇപ്പോൾ അത് വ്യാപകമായി കാണുന്നത് ഈ മദ്രസകളിലെ ഈ പാഠ്യ വിഷയങ്ങളിലും പാഠപുസ്തകത്തിലുമാണ് ഈ അറബി മലയാളം കാണപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം. സുബ്ഹാനക്കലായിൽ മലനാ ഇല്ലാമാ അല്ലം തന. ഇന്നക അന്തൽ അലീമുൽ ഹകീം.